എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമുക്കൊരു പാനിപൂരി ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. 2 കപ്പ് റവ ഞാൻ എടുക്കുന്നുണ്ട്. വറുത്തതൊന്നും വേണ്ട, സാധാരണ റവ തന്നെ മതി. അതിൻ്റെ കൂടെ 1/3 കപ്പ് അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയോ മൈദ മാവോ, അത് രണ്ടിലേത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിത് വെള്ളം ചേർത്ത് കുഴക്കാം. ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ളത് മാത്രം എടുത്താൽ മതി, മുഴുവൻ അങ്ങ് ഒഴിച്ചു വിടണ്ട. കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. നല്ലോണം ഒരു 15 മിനിറ്റ് അടിച്ച് തേച്ച് കുഴക്കണം. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് പുരട്ടി കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കട്ട മീഠ പാനി എന്ന് പറയും, അതായത് ഒരു പുളിച്ചട്നി. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ലെമൺ സൈസ് പുളി വെള്ളത്തിലിട്ട് പുതിർത്ത് വെച്ചിട്ടുണ്ട് അരമണിക്കൂർ മുമ്പേ. ഇത് പിഴിഞ്ഞ് അടുപ്പത്തുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 6 ഈത്തപ്പഴം കുരു എടുത്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെല്ലം, അതായത് 40 ഗ്രാം വെല്ലം ഇത്, അല്ലെങ്കിൽ 1/4 കപ്പ് വെല്ലം ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ചുക്കുപൊടി, 1/2 ടീസ്പൂൺ മാങ്ങേൻ്റെ പൊടി. ഇതിൻ്റെ പൊടി ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ ചാട്ട് മസാല, ഇത് അത്ര നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണല്ല. 1 ടീസ്പൂൺ മുളക് പൊടി. നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് തിളക്കാൻ വെക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് ഇറക്കി വെച്ചിട്ട് തണിയാൻ വെക്കാം. തണിഞ്ഞിട്ട് വേണം ഇത് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഗ്രീൻ ചട്നി ഉണ്ടാക്കാം. ഇതിന് വേണ്ടത് 1/2 കപ്പ് മല്ലിയില, 1/2 കപ്പ് പുതിന, രണ്ടും സമാസം എടുക്കണേ. രണ്ടും കൂടെ മിക്സി ജാറിൽ ചേർത്ത് കൊടുക്കാം. ഇനി 2 പച്ചമുളക്, എരിവ് കുറഞ്ഞ പച്ചമുളകാണ് ഇത്, അത് ചേർത്ത് കൊടുത്തിട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരക്കണേ. എന്നിട്ട് അത് നമുക്ക് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വെള്ളം ഒഴിക്കാം, പക്ഷേ തീരെ അങ്ങ് വെള്ളം പോലെ ആയിപ്പോൾ ഒരു പച്ച നിറം കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ട് നല്ലോണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നോക്കാം. ഇതിന് നോക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതാ ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമ്മളെ മറ്റേ പുളിച്ചട്നി എന്തായി തണിയാൻ വെച്ചിട്ടുണ്ടല്ലോ, അതെന്തായി നോക്കാം. ഇതൊരു ഭാഗത്ത് നിൽക്കട്ടെ. പുളിച്ചട്നി നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. അത് മിക്സി ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കട്ടെ. ഇതാ നല്ല അരഞ്ഞ് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റി ഇതൊരു ഭാഗത്ത് നിൽക്കട്ടെ. ഇനി നമുക്ക് നമ്മൾ മാവ് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിനി ഒന്നും കൂടി നല്ലോണം ഒന്ന് കുഴച്ച് എടുത്തിട്ട് അതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് നമുക്ക് ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം. ബാക്കി മാവ് ആ നനഞ്ഞ തുണി കൊണ്ട് തന്നെ പൊത്തിയിട്ട് ഒരു ഭാഗത്ത് വെക്കാം. പരത്താൻ കുറച്ച് പ്രയാസമായിരിക്കും, എന്നാലും നല്ലോണം പരത്തിയെടുക്കാതാ ഈ ഒരു കനത്തിൽ പരത്തിയിട്ട് നമുക്കൊരു ചെറിയ മൂടി വെച്ച് മുറിച്ചെടുക്കാം. കാരണം വളരെ ചെറിയ മൂടിയാണേ വെക്കാവൂ, ഒറ്റ വായിക്ക് തിന്നേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം മുറിച്ചെടുത്തിട്ട് എണ്ണ നല്ലോണം ചൂടായി വരുന്നുണ്ട്. അധികം തീ കയറുന്ന പോലെ ചൂടാറ്, ഒരൊത്ത ചൂടിൽ ഇട്ട് കൊടുക്കാം.
കണ്ടോ നല്ലോണം പൊള്ളച്ച് വരുന്നുണ്ട്. ഇത് ഇനിയും നല്ലോണം പൊള്ളച്ച് വരണമെങ്കിൽ കുറച്ചുകൂടി അപ്പക്കാരം ചേർത്ത് കൊടുത്താൽ നല്ലതാണ്, 2-3 നുള്ള്. പക്ഷെ ഞാനത് ചേർത്തിട്ടില്ല. ഇത് ഇങ്ങനെ തന്നെയാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അത് വേണമെങ്കിൽ ഓപ്ഷനല്ല, നിങ്ങൾക്ക് വേണേൽ ചേർക്കാം. ഇനി നല്ലോണം ചോന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇപ്പം കണ്ടാവും എണ്ണയൊന്നും ഒരു കുമിളയൊന്നും വരുന്നില്ല. ആ സമയത്ത് ഇത് ഊറ്റിയെടുക്കാം, നല്ല കിലുകിലാന്നുണ്ടാവും. ഇതെടുത്ത് മാറ്റിയിട്ട് നമുക്കിനി ഫില്ലിങ്സ് തയ്യാറാക്കാം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ട് ഇതിലേക്ക് ഇനി വേണ്ടുന്ന മസാല ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഇത് ഞാൻ ഉപ്പിട്ട് വേവിച്ച കടലയാണ്, ഇതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ ഉപേക്ഷിക്കാം. കണ്ടോ ഇതുപോലെ നല്ല കളർഫുള്ളായിട്ടുണ്ടാവും. ഇങ്ങനെ പൊട്ടിച്ച് നല്ല കറുമുറൂന്നാണ്. ഇതാണ് ഇതിൻ്റെ പാകം. ഇതുപോലെ കുറച്ച് മസാല ചേർത്ത് കൊടുക്കുക, കുറച്ച് പൊടിയായി അരിഞ്ഞ ഉള്ളി, പിന്നെ കുറച്ച് മീറ്റ, പിന്നെ ഇതിൽ ഇങ്ങനെ മുക്കുക. അതല്ല സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കുകയും ചെയ്യുക. ഞാനിങ്ങനെ മുക്കുക, കാരണം നമ്മൾ അന്നേരത്തെ ആവശ്യത്തിന് മാത്രമല്ലേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും അഭിപ്രായം അറിയിക്കണം. താങ്ക് യു.